ഒരു രാജാവിന് 3 മന്ത്രിമാരുണ്ടായിരുന്നു. ഈ രാജ്യഭരണമൊക്കെ ഏറ്റെടുത്ത് രാജാവ് വളരെയേറെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം കുറച്ചു കാലത്തെ വിശ്രമത്തിന് വേണ്ടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ 3 മന്ത്രിമാരെയും അദ്ദേഹം വിളിപ്പിച്ചു. അതിനുശേഷം ആദ്യത്തെ മന്ത്രിയുടെ കയ്യിൽ 3 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. രണ്ടാമത്തെ മന്ത്രിയുടെ കയ്യിൽ 2 സ്വർണ്ണ നാണയവും അവസാനം നിന്ന ആളുടെ കയ്യിൽ 1 സ്വർണ്ണ നാണയം നൽകി. രാജാവ് പറയുകയുണ്ടായി, ഇത് നശിപ്പിക്കാൻ പാടില്ല. ഞാൻ വരുമ്പോൾ ഈ സ്വർണ്ണ നാണയം തിരിച്ചു തരേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് യാത്ര തുടർന്നു. 3 സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിയ മന്ത്രി അദ്ദേഹം ആ സമ്പത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. കൃഷി ഇറക്കി, പുതിയ പാടങ്ങളൊക്കെ വാങ്ങി, ഇങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടു. രണ്ടാമത്തെ മന്ത്രിയും തനിക്ക് കിട്ടിയ സ്വർണ്ണ നാണയങ്ങൾ അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങി. പക്ഷേ മൂന്നാമത്തെ മന്ത്രി അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, രാജാവ് വരുമ്പോൾ ഈ സ്വർണ്ണ നാണയം തിരിച്ചു നൽകേണ്ടതാണ്, അതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ കരുതി അദ്ദേഹം ആ സ്വർണ്ണ നാണയം മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. കുറേ നാളുകൾക്ക് ശേഷം രാജാവ് മടങ്ങിയെത്തി. 3 മന്ത്രിമാരെയും അദ്ദേഹം തൻ്റെ സമക്ഷത്തേക്ക് വിളിപ്പിച്ചു. ആദ്യത്തെ മന്ത്രി രാജാവിന് 3 സ്വർണ്ണ നാണയത്തിന് പകരം 5 സ്വർണ്ണ നാണയം നൽകി. അദ്ദേഹം രാജാവ് കൊടുത്ത സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ച് പുതിയ പുതിയ കച്ചവടമൊക്കെ ചെയ്തു ജീവിതമേറെ സമ്പന്നമാക്കിയിരുന്നു. 5 സ്വർണ്ണ നാണയങ്ങൾ അത് വാങ്ങിയ രാജാവ് ഏറെ സന്തോഷവാനായി കാണപ്പെട്ടു. രണ്ടാമത് നിന്ന മന്ത്രി അദ്ദേഹം 4 സ്വർണ്ണ നാണയങ്ങൾ രാജാവിന് നൽകി. അദ്ദേഹവും പുതിയ പുതിയ കച്ചവടങ്ങളൊക്കെ കൊണ്ട് സമ്പന്നനായിരുന്നു. മൂന്നാമത് നിന്ന മന്ത്രിയോട് രാജാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി താൻ കുഴിച്ചു വെച്ചിരുന്ന സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുവന്ന് രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. രാജാവ് ചോദിക്കുകയുണ്ടായി, താങ്കൾ ഇതുകൊണ്ട് എന്താണ് ചെയ്തത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, ഈ സ്വർണ്ണ നാണയം രാജാവ് വരുമ്പോൾ സുരക്ഷിതമായി തരണമെന്നല്ലേ പറഞ്ഞിട്ട് പോയത്. ഞാൻ അതുകൊണ്ട് ഇത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്നു. ഇത് കേട്ട രാജാവിന് വല്ലാത്ത ദേഷ്യം തോന്നി. അദ്ദേഹം സൈനികരോട് പറഞ്ഞു, ഇവന്റെ കയ്യിൽ നിന്ന് ഈ 1 സ്വർണ്ണ നാണയം കൂടി വാങ്ങി 5 സ്വർണ്ണ നാണയം നേടിയ മനുഷ്യന് കൊടുത്തേക്കുക. ഇവനെ പുറത്താക്കുക. എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, സമ്പത്താകട്ടെ അറിവാകട്ടെ, അത് നാം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് സമ്പന്നത ഉണ്ടാകുന്നത്. ഉള്ളവന്റെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അവനത് ഉപയോഗിക്കേണ്ട വിധമറിയാം. നേരെ മറിച്ച് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവർക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അവരത് വിനിയോഗിക്കാതിരുന്നാൽ അവർക്ക് ഉള്ളത് കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും നാം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് പോയാൽ ജീവിതമേറെ മനോഹരമാണ്. നേരെ മറിച്ച് ചെറിയൊരു പ്രശ്നം വന്നാലും ജീവിതത്തോട് വല്ലാതെ നിരാശ തോന്നുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. നമുക്ക് ജീവിക്കണം സന്തോഷമായി തന്നെ, പക്ഷേ ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ നാം തയ്യാറല്ല. ജീവിതത്തിലേക്ക് വരുന്ന ചെറിയ വെല്ലുവിളികൾ അവിടെ പോലും നാം സ്വയം കുറ്റപ്പെടുത്തും. അവിടെ വെച്ച് ജീവിതം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. നാം കാണുന്ന ഉയർന്ന പദവിയിലിരിക്കുന്നവർ, ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിയവർ, അവരൊക്കെ കടന്നുപോയ വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. നാം കാണുന്നത് അവരുടെ ജോലിയും അവരുടെ കഴിവുമൊക്കെയാണ്. പക്ഷേ നാം അറിയുന്നില്ല അവർ കടന്നു വന്ന വഴിയിൽ എന്തുമാത്രം വെല്ലുവിളി. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വെല്ലുവിളികൾ കടന്നു പോകാറുണ്ട്. ചിലർക്ക് അത് ആവശ്യമാണ്. നാം കേട്ടിട്ടില്ലേ, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അത് നമ്മിൽ കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നാം ഓരോ വെല്ലുവിളിയും ഏറ്റെടുക്കാത്തത്. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയാൽ, നമുക്കത് ഏറ്റെടുത്തേ മതിയാകൂ എന്നായാൽ നാം ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കും, വിജയിക്കുക തന്നെ ചെയ്യും. എപ്പോഴും ജീവിതത്തിൽ റിസ്ക് എടുക്കുക. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ അവയുടെ മുന്നിൽ പതറിപ്പോകാതെ ഓർക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള ഒരവസരമാണ്. നിങ്ങൾ 1 പ്രാവശ്യം തോൽക്കും, 2 പ്രാവശ്യം തോൽക്കും, പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് തോൽവി ഉണ്ടാവില്ല.
കാരണം ഓരോ പ്രാവശ്യവും തോൽക്കുമ്പോഴും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ അവിടെ നിലനിൽക്കും എന്ന് പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ശുഭരാത്രി.